ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്നിട്ട് മറ്റൊരാളുടെ കാല് മുത്തുന്ന രംഗം കണ്ടു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ സാഫിയത്ത് സൂഫിയ എന്ന് കണ്ടു. അസൂഫിയത്തുൽ ഹാവിയ എന്നാണ് പറയേണ്ടത്, മറിച്ച് പറയണം അസൂഫിയത്തുൽ ഹാവിയ. നല്ല യോജിപ്പുണ്ട് ആ പേര്. ഏതായിരുന്നാലും പറഞ്ഞുകൊണ്ടുവരുന്നത്, ആലിമിനെ ചുംബിക്കാം, സാഹിദിനെ ചുംബിക്കാം, സ്വാലിഹിനെ ചുംബിക്കാം, കാല് ചുംബിക്കാം, കൈ ചുംബിക്കാം, തല ചുംബിക്കാം. പക്ഷേ ആ ചുംബനത്തിന് ചില മാനദണ്ഡങ്ങൾ നാം മനസ്സിലാക്കണം. കുനിയാൻ പാടില്ല. റുക്കോയിന്റെ അതിർത്തി എത്തുന്നതിന്റെ മുമ്പ് തന്നെ, റുക്കോയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ കറാഹത്ത് ആരംഭിച്ചു. റുക്കോയിലേക്ക് എത്തിയാൽ ഹറാമായി. പിന്നെ സുജൂദിന്റെ കാര്യം പറയണോ? ഏതായാലും ശാഫിഈ മദ്ഹബില് കാല് കുനിഞ്ഞു മുത്തുന്നതിന്റെ നിയമം ഹറാം, ഹറാം, ഹറാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശർവാനി പറഞ്ഞു, മുജാഹിദ് പറഞ്ഞ റസൂലുള്ളാഹിന്റെ മദീന ഖബർ സിയാറത്ത് സുന്നത്താണ് മദീന, പക്ഷെ അതിന് വേണ്ടിയാണ് പോകാൻ പാടില്ല. പിന്നെ റൗദം കെട്ടി വരിക. ഇവർ പറയാണ് ഓരോ തലയെക്കെട്ടും കെട്ടി ഓരോന്നിങ്ങനെ വന്ന് ഇറങ്ങി പറയാ. ഷെർവാനിയിലുണ്ട്. ഒരു ഷെർവാനിയിലും അങ്ങനല്ല. എവിടെ ഉണ്ടാകണ്? കിതാബ് ശരിക്കും മര്യാദയ്ക്ക് പഠിക്കാതെ കാല് ചുംബിക്കണേ അങ്ങോട്ട് പോകുക തന്നെ വേണ്ടേ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വെടിയൊട്ടിച്ചാൽ പോരല്ലോ. നിങ്ങൾക്ക് ആ വൈലത്തൂർ തങ്ങളൊക്കെ അന്നെ വെടിയൊട്ടിച്ചാലോ? വൈലത്തൂർ തങ്ങൾ ഇപ്പോൾ സുജൂദല്ലേ മക്കാമില്. അപ്പൊ എന്തായാലും തന്നെ സുജൂദിൻ്റെ ആയി ഹറാം. റുക്കു ആയാലും ഹറാമാണെന്ന് അപ്പൊ പുതിയ ഫത്വ. അപ്പൊ പൊന്മൾ തന്നെ അവിടെ റുക്കു ചെയ്യണം, മൂപ്പർക്ക് അവിടെ വെച്ചിട്ടുള്ളൂ, അതും ഹറാം. പിന്നെ ഇവരൊക്കെ മൂലയന്മാർ അവിടെയും ഇവിടെയും പോകുമ്പോൾ മുട്ടിത്തങ്ങളും അല്ലാത്ത മറ്റേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചെറുപ്പക്കാരൊക്കെ വന്ന് ഇങ്ങനെ കുഞ്ഞു കുത്തനാണല്ലോ. പിന്നെന്തിനാ ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു ബഹളം ഉണ്ടാക്കി? ഇതൊക്കെ ഹറാമാണെങ്കിൽ എന്താ നേരത്തെ പറയാൻ നിങ്ങൾ? അപ്പം മഹാമണ്ഡത്തരം. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കൾ മുത്തുനബിന്റെ കാല് ചുംബിക്കുന്നുണ്ട്. കാല് ചുംബിക്കണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോണ്ടേ? ഇവർ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഇങ്ങനൊന്നും ആകാതെ തന്നെ കറാത്താണ്. അപ്പോൾ റസൂൽ കാലിങ്ങനെ ഒരാളിന് വരുമ്പോൾ കാലാണ് പൊന്തിച്ചു കൊടുക്കണം. നല്ല രസമുണ്ടാവും പരങ്ങം. പിന്നെ കട്ടുമൽ കടുക്കുകയാണെങ്കിൽ ഒരാളെ തലൻ്റെ ഉയരത്തുള്ള കട്ടിലൊക്കെ വേണ്ടി വരും. നല്ലപ്പോൾ ഇങ്ങനെ കറാത്തൊക്കെ വരാൻ ചുംബിക്കേണ്ടത്. ദീനിനെ പറയിപ്പിക്കാൻ മഹാമണ്ഡന്മാർ മുമ്പാരോ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച ബിരുദം, ബാനർ തൂക്കിയാൽ ബിരുദാനന്തര ബിരുദം. ഇതാ പണി. ഷെർവാനിയിൽ പറഞ്ഞത് അതാണോ? ഒരാളെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ചർച്ച വേറെ, ഒരാളെ മുമ്പിൽ റുക്കൂ ചെയ്യുന്ന അവസ്ഥ ചർച്ച വേറെ, കയ്യും കാലും ചുംബിക്കണ ചർച്ച ഒന്ന് വേറെ. കാല് ചുംബിക്കണമെങ്കിൽ അതിന് കുനിയേണ്ടി വരും. അത് റുക്കുവിന്റെ സുജൂദിനെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. ഇനിയിപ്പോൾ ഒരാൾ മരിച്ച് മിനഹാ അലക്കനാക്കും, ആ മണ്ണിടൽ സുന്നത്താണ്, പക്ഷെ അതിന് നമ്മൾ കുരുടാൻ പറ്റും. ആളുമായി ബന്ധപ്പെട്ടതല്ലേ ഇത്? ഹറാം. പിന്നെ ഒരാൾ കൊട്ടയിൽ മണ്ണ് പിടിച്ച് നിൽക്കേണ്ടി ഇരുന്നിട്ട് ഇങ്ങനെ ഇടാം. ഒരാൾക്ക് ഊരവേദന ഉണ്ടായി, അയാൾ ആ ഊരവേദനക്ക് ഒന്ന് ഒഴിഞ്ഞെടുക്കാൻ വേണ്ടി കുമ്പിട്ടാൽ അക്കല്ലു റൂക്കുവാണ് കറാത്ത് ഹറാം. അവർക്ക് എത്രയും മുമ്പ് കറാത്ത്. ഏത് മടയന്മാർ എന്താണ് ഇവരൊക്കെ പഠിച്ചു വെച്ച്? എന്തൊക്കെ സംഭവങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ തങ്ങൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മദീന വിട്ടുപോയി. പിന്നീട് തിരിച്ചു മദീനത്ത് വന്നു. വന്ന വരവിൽ ബിലാൽ എന്നവർ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ ചാരത്തേക്ക് വന്നു. കാണാ യുമർരിഉ വജ്ഹഹു ഫീ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ ആ മണ്ണിൽ തലയും മുഖവും ഇട്ട് ഉരുട്ടുകയാണ് സയ്യിദുനാ ബിലാൽ. ഹറാം ചെയ്തോ ബിലാൽ എന്നവർ? എങ്ങനെയാണത്? അങ്ങോട്ട് കുനിയാതെ പിന്നെ ഖബർ ഇങ്ങോട്ട് പൊന്തി വന്നു. എന്തായിരുന്നു സംഭവം? അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖ് അഹ്മദുൽ കബീർ റിഫായി, വലിയ സംഭവമല്ലേ? ഒരു ഹജ്ജ് വേളയിൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ തങ്ങൾ മദീനയിലാണ്. ഇമാം സുയൂത്തി തങ്ങളൊക്കെ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. 90,000 ആളുകൾ അപ്പോൾ മദീനയിലുണ്ട്. 90,000 റജുൽ എല്ലാവരുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് ആ പുന്നാര നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഷരീഫിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് ബൈത്ത് പാടി, മുത്തുനബിയെ അങ്ങയോടുള്ള മഹബത്തിന് ഞാൻ പലപ്പോഴും എൻ്റെ നാട്ടിൽ തന്നെ മണ്ണെടുത്ത് ചുംബിക്കും. ഇഷ്കിൻ്റെ ലോകാണത്. ഇപ്പം റിഫായിദ് അവിടെ വന്നിരിക്കുകയാണ്, നിങ്ങളെ കയ്യൊന്ന് എന്നിലേക്ക് നീട്ടിത്തരണം. കണ്ടോ എത്ര വലിയ സംഭവമാണ്. റിഫായി ശൈഖ് ബൈത്ത് പാടുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കല്ലേ?
സുബ്ഹാന ജല്ല ജലാലു. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സമയം, പുന്നാര നബിയുടെ ശറഫാക്കപ്പെട്ട കൈ റിഫായി ശൈഖിന് വേണ്ടി ഹബീബരായ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി അല്ലാഹു റസൂൽ നീട്ടിക്കൊടുത്തു. റിഫായി ശൈഖ് ആ കൈ ചുംബിച്ചു. ഇപ്പം എന്തായിരിക്കും? ആ കൈ ചുംബിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് അങ്ങോട്ട് കുനിഞ്ഞിരിക്കനല്ലേ, അതോ റസൂൽ മൊത്തം കെട്ട് എഴുന്നേറ്റ് കൈ കൊടുക്കണ്ട? അല്ലെങ്കിൽ ഇവരെ വാദപ്രകാരം ഇപ്പം എന്താക്കണം? അവിടെ ഔലിയല്ലേ, കറാത്തൂണി വരാൻ പറ്റൂലല്ലോ. അപ്പൊ ഇത് കറാത്തുന്നത് ഒഴിവാകണമെങ്കിൽ ഒന്നെങ്കിൽ റസൂൽ മൊത്തം എഴുന്നേറ്റ് കൈ കൊടുക്കണം. അവനെ കൈ ഉറപ്പിട്ട് പറഞ്ഞാൽ പോരാ, ആളെന്നെ മൊത്തം വന്ന് ഇന്നലെ പറയാം. കൈ കൊടുത്തു. റിഫായി ശൈഖ് മുട്ടുകുത്തി ആ കൈ ചുംബിക്കുകയാണ്. വന്നാസു യൻദുറൂന ഇലൈഹി, ജനങ്ങൾ റിഫായി ശൈഖിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റിഫായി ശൈഖ് ഹറാമാണോ പ്രവർത്തിച്ചത്? ആര് പറഞ്ഞു അത് ഹറാമാണ്? ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ സമകാലികനാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു തആല. രണ്ട് മഹാപണ്ഡിതന്മാർ ഒരു കാലം, നാട്ടുകാരെല്ലാവരും ആദരിക്കുന്ന വലിയ രണ്ട് പണ്ഡിതന്മാര്. ജനങ്ങളുടെ തന്നെ ഒരു ചർച്ച, സുബ്കിയാണോ വലിയ ആള്, നവവിയാണോ വലിയ ആൾ? സാധാരണക്കാർക്ക് അങ്ങനെ ഉണ്ടാവില്ലൊരു വർത്താനം. തഖിയുദ്ദീൻ സുബ്കി. ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ, ഒരു ബഹളങ്ങളൊക്കെ ജനങ്ങളുടെ നടക്കണ കാലമാണത്. പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാരാണ്. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് നവവി ഇമാമിനെ കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി സുബ്കി തങ്ങൾ അവിടത്തെ ദർസിലേക്ക് പോകുന്നത്. നാട്ടാരെ ഈ ബഹളമൊന്നും അവരെ ബാധിച്ചിട്ടില്ല, അവരെ വിനയമാണത്. ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട സുബ്കി ഇമാം നവവി തങ്ങളുള്ള നാട്ടിലേക്ക് ചെന്നു. ആളുകളോട് ചോദിച്ചു, എവിടെയാണ് നവവി തങ്ങൾ ഉള്ളത്? അപ്പോഴാണ് അറിയുന്നത് അവർ വഫാത്തായല്ലോ. വല്ലാത്ത ദുഃഖമായി. ഇമാം സുബ്കി തങ്ങൾ ആളുകളോട് ചോദിച്ചു, അവർ എവിടെയായിരുന്നു ദർസ് നടത്തിയിരുന്നത്? അതായിരുന്നു അവരുടെ മദ്രസ. ആ മദ്രസയിലേക്ക് പോയി ബഹുമാനപ്പെട്ട ഇമാമിനെ സുബ്കി അവിടെ ചെന്ന് ചോദിച്ചു, ഇമാം സുബ്കി തങ്ങൾ എവിടെയായിരുന്നു നിന്നിരുന്നത്? എവിടെയായിരുന്നു അവർ ഇരിക്കാറുണ്ടായിരുന്നത്? ഏത് മുസല്ലയിലായിരുന്നു അവർ നിസ്കരിക്കാറുണ്ടായിരുന്നൊക്കെ ചോദിച്ചു. ഒരു മുസല്ല കാണിച്ചു കൊടുത്തു. ആ മുസല്ല കണ്ടപ്പോൾ ഇമാം സുബ്കി തങ്ങൾ കരയാൻ തുടങ്ങി. ആ മുസല്ലയിലുണ്ട് ഇമാം നവവി തങ്ങളുടെ കാല് തട്ടി തട്ടി ആ കാൽപാദത്തിന്റെ അടയാളം. അത് കണ്ടതോടുകൂടി ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു തആല അൻഹു അവിടെ വീഴുകയാണ്. എന്നിട്ട് ആ മുസല്ലയിലുള്ള കാൽപാദത്തിൽ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും മൂക്കുമെല്ലാം അവിടെ വെച്ച് കരയുകയാണ്. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പാടുന്നു, വഫീ ദാരിൽ ഹദീസ് ലതീഫു മാന ഇലാ ബുസ്തില്ലഹാ അസ്ബു വആവി ലഅല്ലി അൻ അനാല ബിഹർരി വജ്ഹി മകാനൻ മസ്സഹു ഖദമുൻ നവാവി. അപ്പൊ ഇമാം മഹാൻ മശായിഖന്മാരെ ചുംബിക്കുക, അതൊക്കെ ദീനിൽ അറിയപ്പെട്ട സംഭവങ്ങളാണ്. എനിക്കതല്ല രസം, ഞാൻ ചുരുക്കുകയാണ്. മുമ്പ് നമ്മുടെ നാദാപുരം സംവാദം, ഏത് പേരോടും സലഫിയും കൂടി സുന്നത്തെ മായത്തിന് കുറേ കോട്ടുണ്ടാക്കി നമ്മൾ വെറുതെ പറഞ്ഞല്ലേ ഇത്. അവിടെ നടന്ന എല്ലാ ചർച്ച ഈ കോലത്തിലാണ്. അന്ന് ഇതുപോലെ അവിടെ ഈ ചുംബന സംവാദം ഉണ്ടായി. സലഫി പറഞ്ഞ് ഈ കൈ ചുംബിക്കലൊന്നും ശരിയില്ലാണ്. അതാണ് അയാൾ നിർത്തിട്ട്. പേരോടിൻ്റെ കൈയൊക്കെ ചുംബിക്കാനാണ് അയാൾ വല്ലാതെ വിഷയാക്കി. പ്രസംഗം കഴിഞ്ഞാൽ ബക്കറ്റ് വെച്ച് അയാൾ ഇരിക്കുമല്ലോ, എന്നിട്ട് ഇങ്ങനെ കൊടുക്കും കൈ. ഇതെല്ലാം കൂടി അയാൾ വലിച്ചിട്ട് അത് വലിച്ചിട്ടപ്പോൾ അന്ന് പേരോടിനിട്ട് ഇളകിയില്ലേ. പേരോട് പറഞ്ഞ് പിന്നെ അതിന് പല മറുപടി മൂപ്പർ പറഞ്ഞ് ഒരു 2 ആഴ്ച പിന്നെ ഈ ചുംബനവാദമായിരുന്നു സംവാദം. പേരോട് അതിന് പലതും പറഞ്ഞു, ഞാൻ കൈ കൊടുക്കുന്നത് മുത്തുന്ന ആളുടെ മൂക്കിൻ്റെ ബർക്കത്ത് ഇങ്ങോട്ട് കിട്ടാനാണ്. അങ്ങനൊന്നൊരു കിതാബിന് പറഞ്ഞില്ല. അതൊക്കെ അവിടുത്തെ എന്തോ സംഭവങ്ങളാണ്. നമ്മൾ മശായിഖന്മാരെ കൈയിൻ്റെ ബർക്കത്ത് ഇങ്ങോട്ട് കിട്ടാനാണ് വിളിക്കൽ. ഓരോരുത്തരും മൂക്കിൻ്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി കൈ വെച്ചു മണ്ടത്തരം പറയും. ഇങ്ങനെ ഓരോ പോയത്തരം പറഞ്ഞാൽ അതുകൊണ്ട് എത്ര നാശമുണ്ടായി. പക്ഷെ അയാൾക്ക് അന്നത് ഇങ്ങോട്ട് ഏഷപ്പോൾ അയാൾ പറഞ്ഞ ചിലപ്പോൾ ഞാൻ ചുംബിക്കണ സംഭവം ഇട്ടു. അവിടുത്തെ ആൾക്കാരും പറയുന്നു, എന്താണ് പറയുന്നത്? മറ്റൊരാൾ കൈപിടിച്ച് ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹം ദുന്യാവിനെ പ്രേമിക്കാത്തവരായതിന്റെ പേരിലാണെങ്കിൽ, നല്ല മനുഷ്യനായതിന്റെ പേരിലാണെങ്കിൽ, വിവരമുള്ളതിന്റെ പേരിലാണെങ്കിൽ, എന്ന മഹത്വമുള്ളതിന്റെ പേരിലാണെങ്കിൽ, അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ സൂക്ഷ്മതയും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ, അതുപോലത്തെ ദീനിയായ മഹത്വത്തിന്റെ പേരിലാണെങ്കിൽ, കറാഹത്തല്ല,
ബൽ യുസ്തഹബു, അത് സുന്നത്താണ് കേട്ടോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, അതിന് ഹദീസ് ഉദ്ധരിക്കുകയാണ്. വീനാ ഫീ സുനനി അബീ ദാവൂദ് അൻ സാഇദ് റളിയല്ലാഹു അൻഹു വകാന ഫീ വഫദി അബ്ദുൽ ഖൈസ്, ബഹ്റൈനിൽ നിന്ന് വന്ന വഫദി അബ്ദുൽ ഖൈസിന്റെ സംഘത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സഹാബത്തിൽപ്പെട്ട സായിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ഫജഅൽനാ നതബാദറു മിൻ റവാഹിലിനാ, ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഞങ്ങൾ ഓടിപ്പോവുകയായിരുന്നു. എന്നിട്ട് എവിടേക്ക്? ഫനുഖബ്ബിലു യദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരിജുലഹു, റസൂലുള്ളാഹിന്റെ കൈയും കാലും സഹാബത്താകുന്ന ഞങ്ങൾ ചുംബിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ മഹാന്മാരെ ചുംബിക്കുന്നത്, മഹാന്മാരെ കൈപിടിച്ച് ചുംബിക്കുന്നത് സുന്നത്താണ്. അതിന് നിങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ട് കാര്യമില്ല. മൗലവിന്റെ ചിന്ത, ഞങ്ങളെ കൈയാരും പിടിപ്പിക്കില്ലല്ലോ, ജനങ്ങളെ തീരുമാനിക്കുന്നത്, ജനങ്ങളെ തീരുമാനിക്കുന്നത് കൈപിടിക്കണോ വേണ്ടേ? പക്ഷേ എന്നെ കാണുന്നവരെ അതാണ് നോക്കിങ്ങള്. അന്ന് മുജാഹിദുകൾ കൈ ചുംബിക്കണേ പറ്റി പറഞ്ഞപ്പോൾ ഇവർ പറയാം, അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അങ്ങനെ ചുംബിക്കാൻ പറ്റുന്ന കൈ ഇങ്ങൾക്കില്ല. അതാപ്പം ഞങ്ങൾ പറയണത്. ഇപ്പം കാല് ചുംബിക്കണാണ് ഇപ്പം നിങ്ങൾക്ക് പ്രശ്നം. അത് ജനങ്ങൾ തീരുമാനിക്കും ആരെ കാല് ചുംബിക്കണം, അത് നമുക്കും പറയാനുള്ളത്. വേറെ കുറേ ആൾക്ക് അവരെ ചുംബിക്കണമെങ്കിൽ ചുംബിക്കപ്പെടുന്ന ആള് മഷൂറായ സ്വലാഹുള്ള ആളായിരിക്കണം. കുരുവട്ടൂര ഹാഫിദ് അതല്ല. അതിന് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അബൂജഹലിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് എന്നവർ റസൂലുള്ളാഹിനെ ചുംബിക്കാൻ നടക്കല്. ഇത്തരം അബൂജാഹിലുകൾ സർട്ടിഫിക്കറ്റ് അല്ലേ നോക്കരുത്. അത് ഏത് കാലത്തും അങ്ങനല്ലേ.